ഹരേ കൃഷ്ണ. വിശ്രവസ് എന്ന പ്രജാപതിയുടെ പുത്രനാണ് കുബേരൻ. കുബേരൻ്റെ അമ്മ ഇളാബിള. കുബേരൻ ലോകപാലകനാകാനും ധനികരിൽ പ്രമുഖരാകാനും ആഗ്രഹിച്ചു. അതിന് അദ്ദേഹം തപസ്സു തുടങ്ങി. 10,000 കൊല്ലം ജലത്തിൽ നിന്ന് കുബേരൻ തപസ്സു ചെയ്തു. ആ കാലം അത്രയും തലകീഴായി നിന്നാണ് കുബേരൻ തപസ്സു ചെയ്തത്. എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷനാകാതെ വന്നപ്പോൾ കുബേരൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സു തുടങ്ങി. 5 ഭാഗത്തും അഗ്നിനാളങ്ങൾ. നടുക്ക് ഒറ്റക്കാലിൽ നിന്നാണ് കുബേരൻ്റെ തപസ്. ബ്രഹ്മാവ് പ്രസാദിച്ചു. എന്തു വരമാണ് വേണ്ടത്? ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു. കുബേരൻ തൻ്റെ 2 ആഗ്രഹങ്ങളും തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ബ്രഹ്മാവ് കുബേരനെ ശംഖനിധിയും പത്മനിധിയും പുഷ്പക വിമാനവും സമ്മാനിച്ചു. അഷ്ടദിക്പാലകരിൽ ഒരാളായി കുബേരനെ ഉയർത്തുകയും ചെയ്തു. കുബേരൻ ദക്ഷിണ സമുദ്രത്തിൽ ത്രികൂട പർവ്വതത്തിനു മുകളിലെ ലങ്കാപുരിയിൽ താമസമാക്കി. പക്ഷേ വിശ്രവസിൻ്റെ മറ്റൊരു മകനായ രാവണൻ കുബേരനെ ലങ്കയിൽ നിന്ന് ആട്ടിപ്പായിച്ചു. കുബേരൻ്റെ പുഷ്പക വിമാനം തട്ടിയെടുത്തതും രാവണനാണ്. കുബേരൻ ഒരിക്കൽ ഓന്തായി രൂപപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമായാണ് ഓന്തുകൾക്ക് നിറം മാറാനുള്ള കഴിവ് കിട്ടിയത്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് ഒരു മഹേശ്വര യാഗം നടത്തി. കുബേരൻ, ഇന്ദ്രൻ, വരുണൻ, കാലൻ മുതലായവരെ രാജാവ് യാഗത്തിന് ക്ഷണിച്ചു. യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാവണൻ ആ വഴി വന്നു. സൈന്യ സന്നാഹങ്ങളോട് കൂടിയാണ് പുള്ളിയുടെ വരവ്. ഇത് കണ്ട് ഇന്ദ്രനും കൂട്ടനും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. ഇന്ദ്രൻ മയിലായി, കാലൻ കാക്കയായി, വരുണൻ അരയന്നത്തിൻ്റെ രൂപവും എടുത്തു. കുബേരൻ സ്വീകരിച്ച രൂപം ഓന്തിൻ്റെതായിരുന്നു. ദേവന്മാർ അതോടെ ആ ജീവികളെ അനുഗ്രഹിച്ചു. ഓന്തായി മാറിയ കുബേരൻ ഓന്തിൻ്റെ കവിൾത്തടങ്ങളിൽ സ്വർണമുണ്ടെന്ന് കാഴ്ചക്കാർക്ക് തോന്നത്തക്ക വർണ്ണ സൗന്ദര്യം നൽകി. മാത്രമല്ല ഓന്ത് എവിടെ ഇരിക്കുന്നുവോ ആ പരിസരത്തിന് യോജിച്ച ശരീരനിറം സ്വീകരിക്കാനും അതിന് കഴിവ് നൽകി. ഹരേ കൃഷ്ണ.